യഥാർത്ഥത്തിൽ ഈ ഗസയിലെ വംശഹത്യയായിരുന്നാലും പട്ടിണിക്കൊലയായിരുന്നാലും അതെല്ലാം അമേരിക്കയുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന ഒരു വലിയ വംശഹത്യയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടേക്കുള്ള എല്ലാ ആയുധങ്ങളും നൽകുന്നത്, ലോകതലത്തിൽ അതിനുള്ള ഡിപ്ലോമസി ഒരുക്കുന്നത്, അതേപോലെ തന്നെ സാമ്പത്തികമായ സഹായം നൽകുന്നത് ഇതെല്ലാം അമേരിക്കയാണ്. അമേരിക്കയിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലേക്ക് ഫലസ്തീനിയായ ഒരു മനുഷ്യനെ പോലും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ അത് ഡൊണാൾഡ് ട്രംപാണ്. അതുകൊണ്ട് തന്നെ UN ആസ്ഥാനം എങ്ങനെ ഇനി അമേരിക്കയിൽ നിലകൊള്ളും എന്നതടക്കമുള്ള, ജനറൽ അസംബ്ലി അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ അമേരിക്കയിൽ ന്യൂയോർക്കിൽ അത് നടക്കും എന്നതടക്കമുള്ള സ്വാഭാവികമായ സംശയങ്ങൾ ലോകത്താകെ ഉയരുമ്പോഴാണ് ഈ ഒരു ആക്രമണവും അതിന് നേരത്തെ മുൻകൂട്ടി തന്നെ അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നു എന്നും ആ അമേരിക്കയുടെ ആശീർവാദത്തോടു കൂടി നടന്ന ഒരു സംഭവമാണ് ഖത്തറിന് നേരെയുള്ള ഈ ആക്രമണമെന്നും ആ ആക്രമണത്തിൽ ഒരു ഖത്തർ സൈനികൻ തന്നെ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അത് GCC രാഷ്ട്രങ്ങളെ മുഴുവനും ഉണർത്തേണ്ട ഒരു കാര്യമാണ്. കാരണം നേരത്തെ ഹൂത്തികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആക്രമണം ഏത് സന്ദർഭത്തിൽ ഏത് രാജ്യത്തിന് നേരെയും വരാം. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിയുമായി രംഗത്തിറങ്ങിയ രാജ്യമാണ് ഇസ്രായേൽ. അത് ഗസ പിടിച്ചെടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുന്നതോടുകൂടി അവസാനിക്കുന്ന ഒരു പദ്ധതിയല്ല. ഫലസ്തീൻ എന്ന് നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്തുന്ന രാജ്യത്തിന് പുറമെ അതിന് ചുറ്റുമുള്ള പല രാജ്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഗ്രേറ്റർ ഇസ്രായേൽ, അതാണ് ഇപ്പോൾ എന്ന് മാത്രമല്ല നേരത്തെ തന്നെ സയനിസ്റ്റുകൾ ലക്ഷ്യം കണ്ടിട്ടുള്ളൊരു ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ യഹൂദ രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് നേരെ എല്ലാം ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും വിശാലമാക്കാൻ നോക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എത്ര സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ലബനാന് നേരെ ആക്രമണം നടത്തുന്നു, ഇറാനിലേക്ക് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടേക്ക് നിരവധി പേരെ കൊല്ലുന്നു, യമനിൽ വലിയ ആക്രമണങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു, സിറിയയിൽ വലിയ ആക്രമണങ്ങൾ നടത്തി, അതേപോലെ തന്നെ ഇറാഖിലും, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ GCC രാഷ്ട്രമായ ഖത്തറിലേക്കും എത്തിയിരിക്കുകയാണ്. അങ്ങനെ